ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും അമേരിക്കൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ കൂടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പം ഇന്നൊരു ഗേൾസ് ഔട്ടിംഗ് അല്ലെങ്കിൽ ഗേൾസ് ഡിന്നർ ഔട്ടിംഗ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ടാനിയും കൂടെയാണ് ട്രിപ്പ് പോകുന്നത്. ഇവൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ആളാണ് താനിയ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ആദ്യം തന്നെ പോയത് നമ്മുടെ ഒരു വേറൊരു കോമൺ ഫ്രണ്ടിൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. അവളിന്ന് 6-നാവുകയാണ്. അത് കണ്ടോ, അതാണ് അവൾ കേട്ടോ. അവളിങ്ങനെ 6-നാവുന്നേരം ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു. നമ്മളൊരു കേക്കൊക്കെ കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്ത് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്ത് പിന്നെ ഞാനും ഇവിടുത്തെ ഗ്രാജുവേഷനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. US ഗ്രാജുവേഷൻ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഫാമിലിയുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് അൺബീറ്റബിൾ ആണ്. അവർ ഭയങ്കരമായിട്ടങ്ങ് എക്സ്പ്രസ് ചെയ്യും. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ക്ലാപ്പ് ചെയ്യും, അത്ര തന്നെ. ഹാപ്പിയാണ്, പക്ഷെ അത്ര പുറമെ കാണിക്കില്ലല്ലോ. പക്ഷെ ഇവരിവിടെ അങ്ങ് കാറി എന്ത് അത് നമുക്ക് നന്നായിട്ടങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനും ആ ഒരു സന്തോഷം കാണാനും ഒക്കെ. ആം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന പരിപാടി ആയിട്ടുള്ള ഫുഡ് അടിയിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കുട്ടി തായ് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു നല്ല നല്ല ഒരു കാമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് നമ്മളെത്തിയത്. നമ്മൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളാണ് ഫസ്റ്റ് എൻ്റർ ചെയ്തത്. അങ്ങനെ നമ്മുടെ അപ്പറ്റൈസേഴ്സൊക്കെ വന്നു. ആദ്യം തന്നെ നമ്മളൊരു ഓറഞ്ച് ടീ ഒക്കെ ഓർഡർ ചെയ്തു. അപ്പറ്റൈസേഴ്സിൽ നമ്മൾ ഓർഡർ ചെയ്തതാണ് ചിക്കൻ സട്ടായി, അതുപോലെ തന്നെ റംബുട്ടാൻ സാലഡ്, പിന്നെ ക്രാബ് റാഗൂൺ, ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ അപ്പറ്റൈസറായിട്ട് നമ്മൾ ചൂസ് ചെയ്തത്. ചിക്കൻ സത്തായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ബാർബിക്യൂ മാതിരിയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പീനട്ട് സോസ് വിത്ത് ചില്ലി സോസ്, ഇതായിരുന്നു കേട്ടോ 2 സോസ് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പീനട്ട് സോസ് വെച്ച് കഴിച്ചു. അത് നല്ല ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസിന് എരിവൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു എന്താ പറയുക, ഒരു സവർ ടേസ്റ്റ് ഒക്കെ ആയിട്ടേ നല്ല രസമുണ്ടായിരുന്നു അതും കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ റംബൂട്ടാൻ സാലഡ് എടുത്തു. അതുപോലെ തന്നെ ക്രാബ് റാഗൂൺ കഴിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് എടുത്തത് ഒരു ഡക്ക് ടാമറൈൻ ആയിരുന്നു, വിത്ത് വെജീസൊക്കെ ആയിട്ടേ. അതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആപ്പറ്റൈസർ കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മുടെ ഫൈനലായിട്ട് ഡെസേർട്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് നമ്മുടെ തായിയുടെ ഫേമസ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഇത് ഓവർ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാതെ പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഡെസേർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് ഓഫ് കോഴ്സ് സൂപ്പറായിരുന്നു. അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസൊക്കെ കഴിച്ച് ഡെസേർട്ടെല്ലാം കഴിച്ച് നമ്മുടെ ഇന്നത്തെ ഡിന്നർ മഹാമാങ്കമാങ്കം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫൺ നൈറ്റ് അല്ലെങ്കിൽ ഫൺ ഡിന്നർ നൈറ്റൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.